നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നൈറ്റ് ഓഫ് ദ സ്കോർപിയോ. നസീം ഇസ്ഗിൽ എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയമാണത്. ആള് എഴുതുന്ന അധികം പോയംസും നാച്ചർ ബേസ് ചെയ്തിട്ട്, അനിമൽ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ക്രീച്ചേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പോയംസ് എഴുതാറ്. ലിസാർഡിന്റെ പോയം ഒക്കെ എഴുതിയിട്ടുണ്ട്. ലിസാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നൈറ്റില് ലിസാർഡ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഇംഗ്ലീഷ് മോഡേൺ പോയട്രിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന പേഴ്സൺ ആണ് നമ്മുടെ നസീം. ആള് ഒരു നൈറ്റ്, സ്കോർപിയോ എന്ന് പറയുന്ന ഒരു ക്രീച്ചറിന്റെ ഒരു നൈറ്റ്, അതാണ് ഇതിലൂടെ പറയുന്നത്. സ്കോർപിയോ എന്താ അത്? നമ്മുടെ തേള് അല്ലെ, മനുഷ്യനെ കുത്തി പോയിസണസ് ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൊല്ലാൻ തക്ക വിഷം ഉൾക്കൊള്ളുന്ന ഒരു സാധനം. അത് കടിച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആ അല്ലെ. അങ്ങനെ ഒരാളെ ബൈറ്റ് ചെയ്ത സമയത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഈ ഒരു പോയത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ പോം നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, പോം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരമ്മ കിടന്നുറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നസീം എന്ന് പറയുന്ന പേഴ്സന്റെ അമ്മ തന്നെയാണ്. ആള് കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് നടന്ന ഒരു സിറ്റുവേഷൻ ആണത്. സോ അമ്മ ഉറങ്ങുന്ന സമയത്ത് അമ്മയെ ഒരു തേള് വന്നിട്ട് ബൈറ്റ് ചെയ്യാണ്. സ്കോർപിയോ വന്നിട്ട് ബൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്കോർപിയോൺ ബൈറ്റ് ചെയ്തിട്ട് അത് അവിടെ വെച്ചിട്ടുള്ള അരിച്ചാക്കിന്റെ ഇടയിലേക്ക് കയറി പോവാണ്. സോ പണ്ടുള്ളവർക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ആ ഒരു ബൈറ്റ് ചെയ്ത സ്ഥലത്തെ വേദന മാറണമെന്നുണ്ടെങ്കിൽ ആ കടിച്ച തേളിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലണം എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ ആ ബൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാണ്. പോയം മൂവ് ഓൺ ചെയ്യാണ്. പോയം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അമ്മയുടെ പെയിൻ കൂടി കൂടി വരുന്നുണ്ട്. ഏകദേശം 20 മണിക്കൂറോളം ആ അമ്മ ആ ഒരു പെയിൻ അനുഭവിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ഈ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവിടെ അടുത്ത് കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും അല്ലെ. അതേപോലെ ഈ ഒരു രാത്രി ആ അമ്മയെ ആശ്വസിപ്പിക്കാനും അവർക്ക് ഒന്നും പറ്റാതിരിക്കാനും വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള നൈബേഴ്സ് എല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും അമ്മയുടെ അടുത്തുണ്ട്. അപ്പൊ ഒരുപാട് ലൈറ്റ് വന്നു, ഒരുപാട് പ്രകാശം വന്നു. നമ്മുടെ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന വുമൻസ് ഒക്കെ പറയാണ്, ഒന്നെങ്കിൽ നീ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള എന്തോ ഒരു തെറ്റ്, അതിന്റെ ഫലമായിട്ടാണ് എന്നെ ഇപ്പൊ ഈ തേള് കടിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ നീ ചെയ്യാൻ പോകുന്ന എന്തോ ഒരു പാപത്തിന്റെ ശിക്ഷയാണ് നിനക്കിപ്പോ ഈ കിട്ടിയത്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ഒരു പഴങ്കഥ അല്ലെങ്കിൽ കെട്ടുകഥ പോലെയൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവര്. ഈ അമ്മയ്ക്ക് വേദന കൂടാണ്, പിന്നെയും പിന്നെയും വേദന കൂടി 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 വരികയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും പെയിന് മാറുന്നില്ല. ഈ സ്കോർപിയോനെ തപ്പിയിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇതിനെ കൊന്നാലല്ലേ ഈ വേദന മാറുള്ളൂ എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണല്ലോ ഒരു വിശ്വാസം. അപ്പം ഇതിനെ എത്ര തെരഞ്ഞിട്ട് ഇതിനെ കാണുന്നില്ല. നൈറ്റ് ആണ്, ആ ഒരു സാധനത്തിന് കണ്ടു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെല്ലാവരും തേളിനെ കണ്ടില്ല, അതൊരു ബ്ലാക്ക് കളറാണ്. അപ്പം അതിനെ കണ്ടു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ലൈൻ ഉണ്ട്, ആ ബൈറ്റ് ചെയ്ത ആ ഒരു പോയിസണസ് സ്റ്റൈലും കൊണ്ടാണ് ഇത് ഇതിന്റെ അകത്തേക്ക് കയറി ഒളിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് നമ്മുടെ പോയറ്റ്. സോ അങ്ങനെ ഒരുപാട് ലിറ്റററി ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണിത്. ആൻഡ് നമ്മുടെ പോയം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു പേഴ്സൺ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട്, അച്ഛൻ ഒരു ദൈവവിശ്വാസിയൊന്നും അല്ല കേട്ടോ, പക്ഷെ അച്ഛൻ പോലും ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അച്ഛൻ കുറെ മെഡിസിൻ ഒക്കെ വെക്കുന്നുണ്ട്, ബേൺ ചെയ്ത് നോക്കുന്നുണ്ട് ആ പെയിൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും പെയിൻ കുറയുന്നില്ല. പെയിൻ പിന്നെ പിന്നെ കൂടുകയാണ്. സമയം കഴിയും തോറും വേദന കൂടി കൂടി വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പണ്ഡിറ്റ് വരികയാണ്. പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പൂതിരി അല്ലെങ്കിൽ ഒരു സന്യാസി എന്നൊക്കെ പറയാം. സ്കോളാർ വരികയാണ്. വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ആളുടേതായിട്ടുള്ള എന്തൊക്കെയോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ആളുടെ രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് പെയിൻ കുറയാണ്. ആൻഡ് ആളുടെ എല്ലാ കാര്യങ്ങളും, ആളുടെ ആ റൊട്ടീൻ പോലെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് അമ്മയുടെ പെയിൻ കംപ്ലീറ്റ്ലി മാറുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്, റിമൂവ് ആയി പോവാണ്. അപ്പം ആളുടെ ഒരു പ്രെയറിലൂടെ ആ അമ്മയുടെ കംപ്ലീറ്റ് പെയിൻ മാറുകയാണ്. ഒരു സ്കോർപിയോ കാരണം, ഒരു സ്കോർപിയോൺ കാരണം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഡേയിലെ, ഒരു നൈറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അമ്മയുടെ എക്സ്പീരിയൻസ്, അതാണ് പറയുന്നത്. ആൻഡ് ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് എത്തുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കളുണ്ടായിരുന്നു ഇവിടെ, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ഇവിടെ, അവരെ ഒന്നും കുത്താതെ, അവരെ ഒന്നും ബൈറ്റ് ചെയ്യാതെ എന്നെ തന്നെ നീ വന്ന് ബൈറ്റ് ചെയ്തില്ലേ, അതിന് ഗോഡിനോട് താങ്ക് പറയാണ്. താങ്ക് യു ഗോഡ് എന്ന് പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാ തൻ്റെ മക്കളെ സംരക്ഷിച്ചല്ലോ,
തന്റെ ഭർത്താവിനെ സംരക്ഷിച്ചല്ലോ, തന്നെയല്ലേ അത് ബൈറ്റ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും നേരം താൻ അനുഭവിച്ച ആ പെയിൻ തന്റെ മക്കളോ ഭർത്താവോ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലേ? അത് അതിനുള്ള ഒരു അവസരം വരുത്താത്തതിന് താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയം അവസാനിക്കുകയാണ്. അപ്പൊ ആ ഒരു എൻഡിങ്ങിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരമ്മ എത്രത്തോളം തന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, തന്റെ ഹസ്ബൻഡിനെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു എൻഡിങ്ങിലേക്ക് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ പോയത്തിലൂടെ പറയുന്നത്.